ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് വചന പഠനത്തിനായിട്ട് ചേർന്ന് വരുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചത്. നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചിതമുള്ള ഒരു വേദഭാഗവും അതുപോലെ തന്നെ നമുക്ക് മനഃപ്പാഠമായി വിഷയങ്ങൾ അറിയാവുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിലൂടെ സഞ്ചരിച്ച് അതിൽ നിന്നും ആത്മീക സത്യങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കൂടുതൽ പ്രകാശനം നമുക്ക് ലഭിക്കുന്നു. ആ നിലയിൽ ദൈവാത്മാവ് പ്രകാശനം നൽകുന്ന വിഷയങ്ങളെ പങ്കുവെച്ച് നമ്മൾ ഒരുമിച്ച് മുമ്പോട്ട് സഞ്ചരിക്കുകയാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പ്രാരംഭ നാളുകളിൽ നടന്ന വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഈ പ്രാരംഭ അധ്യായങ്ങളിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് അതിൻ്റെ 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 12-ാം വാക്യത്തിൽ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ആ അത്ഭുത പ്രവൃത്തിയുടെ റിസൾട്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് അത് മുഖാന്തരമായി എന്ന് നമ്മൾ വായിക്കും. അവിടെ വെച്ച് ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിച്ചു എന്നാൽ അതിൻ്റെ ആശയം കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിനെ പിൻപറ്റുന്നത്. കർത്താവ് അവരെ വിളിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഇവരുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായിട്ട് പരിണമിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അവരുടെ ഉള്ളിലെ വിശ്വാസം കൂടുതൽ ആഴമായി, അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതായിട്ട്, വ്യക്തത ഉള്ളതായിട്ട് തീരുന്നു എന്നാണ് അതിൻ്റെ ആശയം. അപ്പൊ കർത്താവ് ദൈവപുത്രനാണ് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ വാഗ്ദത്ത മെശിഹയാണ് എന്നുള്ള വിഷയം അവർക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലായ ഒരു സാഹചര്യമായിരുന്നു കാനായിലെ കല്യാണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലും നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസത്തിൽ സുവിശേഷം കേട്ടു, പാപപരിഹാരം ക്രിസ്തുവിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കർത്താവിൽ വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ അടിസ്ഥാനപരമായി രക്ഷാകരമായ വിശ്വാസം, അല്ലെങ്കിൽ രക്ഷയ്ക്കുള്ള വിശ്വാസം അവിടെ നമ്മളിൽ മുളയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പതിയുന്നു. എന്നാൽ അനുദിന ജീവിതത്തിൽ ദൈവവചനം വായിക്കുകയും കർത്താവിനെ കൂടുതൽ അടുത്തറിയുകയും ചെയ്യുമ്പോൾ കർത്താവിലുള്ള വിശ്വാസവും ആശ്രയവും വർദ്ധിച്ചു വരുന്നു. ഇതേ ഒരു ആശയത്തിൽ തന്നെയാണ് ഈ വിഷയം. ഇവിടെ നിന്ന് യോഹന്നാൻ എഴുതുമ്പോൾ തന്നെ നമ്മൾ പ്രാരംഭ ക്ലാസ്സിൽ ചിന്തിച്ച വിഷയമാണ്. യോഹന്നാൻ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുന്നതിന്റെ ഉദ്ദേശം തന്നെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഇത് വായിക്കുന്നവർ അവനിൽ വിശ്വസിക്കുവാനും ദൈവം മഹത്വം അവർ മനസ്സിലാക്കുവാനും വേണ്ടിയാണ് യോഹന്നാൻ ഇത് എഴുതുന്നത്. അപ്പോൾ ഇവിടെ കാനായിലെ കല്യാണത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം കുറച്ചുകൂടി ഉറപ്പുള്ളതായി തീരുവാനായിട്ട് അതൊരു മുഖാന്തരമായി തീർന്നു എന്നാണ് അതിന്റെ ആശയം. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി അവിടെ ഏറെ നാൾ പാർത്തില്ല. ഇപ്പൊ യോഹന്നാൻ വളരെ കാഷ്വൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഡെയിലി ഡയറി പോലെ ഈ വിഷയങ്ങൾ എഴുതി വരികയാണ്. കാനായിൽ നിന്ന് കല്യാണശേഷം അവർ കഫർന്നഹൂമിലേക്ക് പോയി. കഫർന്നഹൂം എന്ന് പറയുന്നത് നമുക്കറിയാം, അന്ത്രയോസിന്റെയും പത്രോസിന്റെയും ഒക്കെ നാടാണ് കഫർന്നഹൂം എന്ന് പറയുന്നത്. ഇവിടെ മറിയെക്കുറിച്ച് നമ്മൾ 2 പ്രാഥമിക പരാമർശങ്ങളാണ് ഈ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് കാനായിലെ കല്യാണത്തിലും, 2 ഇവിടെ കഫർന്നഹൂമിലേക്ക് പോകുന്നു. പിന്നെ ഇതിന് ശേഷം നമ്മൾ മറിയെ കാണുന്നത് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. അതായത് കർത്താവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലാണ് യേശുവിന്റെ അമ്മയെ മറിയെ അവിടെ കാണുന്നത്. 13 മുതലുള്ള വാക്യങ്ങളിൽ മറ്റൊരു ഇൻസിഡന്റ് ആണ് യോഹന്നാൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ പിന്നിലെ ലക്ഷ്യവും എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു വാഗ്ദത്ത മെശിഹയാണ്, യേശു ദൈവമാണ് എന്നുള്ള വിഷയം കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ കർത്താവിന്റെ പ്രവൃത്തിയിൽ നിന്ന് എടുത്തു കാണിക്കുകയാണ്. ഇവിടെ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒറ്റ വാക്കിൽ അതിനെ പറഞ്ഞാൽ ദേവാലയ ശുദ്ധീകരണം എന്ന് നമുക്ക് പറയാം. യെരൂശലേം ദേവാലയത്തിൽ കർത്താവ് ഒരു ശുദ്ധീകരണം നടത്തുന്ന ഒരു ചിത്രമാണ് ഈ 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ കർത്താവിന്റെ നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചു വരുമ്പോൾ 2 സന്ദർഭങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽ അല്ലെങ്കിൽ സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷമല്ലാത്ത മറ്റ് സുവിശേഷങ്ങളിൽ, 3 സുവിശേഷങ്ങളിൽ
ഈ കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ വിക്ടോറിയസ് ജേർണി ടു, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കർത്താവ് യെരൂശലേമിലേക്ക് പോകുന്ന ആ യാത്രയോട് ബന്ധപ്പെട്ടാണ് അവിടെ ഒരു ശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നത്. മത്തായി സുവിശേഷത്തില് 21-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ അങ്ങനെ ഒരു സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തെക്കുറിച്ച് മറ്റാരും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പല ആശയക്കുഴപ്പങ്ങളൊക്കെ വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. അത് യോഹന്നാൻ ആദ്യം പറഞ്ഞതാന്ന് പറയുന്നവരുണ്ട്. ഇത് അങ്ങനെയല്ല അതിന്റെ വിഷയം. നമ്മൾ ക്രൊണോളജിക്ക് ഓർഡർ ആയിട്ട് പഠിച്ചു വരുമ്പോൾ യോഹന്നാൻ എഴുതി വരുന്ന വിഷയം ഈ കർത്താവിന്റെ മാറിനോട് ചേർന്നിരുന്ന് കാര്യങ്ങൾ പ്രാപിക്കുകയും ഇടപെടുകയും വ്യക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ. അപ്പൊ യോഹന്നാന്റെ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് 2 സന്ദർഭങ്ങളിൽ കർത്താവ് ദേവാലയത്തിൽ ഈ ശുദ്ധീകരണം നടത്തുന്നു എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ ആ വിഷയങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഏകദേശം സിമിലർ ആണ്. എന്നാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ ചില അഡീഷൻസ് ഒക്കെ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ കർത്താവ് താൻ ദൈവപുത്രനാണ് എന്നുള്ള വിഷയം യഹൂദന്മാർക്ക് വെളിപ്പെടുത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതിന്റെ ശിഷ്യന്മാർക്ക് അത് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന സമയത്ത് കർത്താവ് ചെയ്യുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തി ആണ്. അത്ഭുതം എന്നതിനെ പറയുവാനായിട്ട് പറ്റത്തില്ല. എന്നാൽ യേശു ക്രിസ്തു ദൈവാലയത്തിന്മേൽ അധികാരമുള്ളവനാണ് എന്ന് യഹൂദന്മാർക്കും ശിഷ്യന്മാർക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന നിലയിലാണ് കർത്താവ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മൾ യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ ആണ്ടിൽ 3 പ്രാവശ്യം യഹൂദന്മാർ, നമുക്കറിയാം പ്രവാസത്തിലേക്ക് പോയ യഹൂദന്മാർ യെരൂശലേമിലേക്ക് കടന്നു വരേണ്ട ചില പ്രത്യേക ഘട്ടങ്ങളുണ്ട്. അന്ന് എല്ലാ യഹൂദന്മാരും യെരൂശലേമിൽ വരേണ്ടത് ആവശ്യമാണ്. കർത്താവ് ജനിക്കുന്ന സമയത്തും പേർ വഴി ചാർത്തേണ്ടതിന് വേണ്ടി ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദന്മാരെ യെരൂശലേമിൽ വന്നു. കർത്താവും ആ പേർ വഴി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ പൗരത്വ പട്ടിക അല്ലെങ്കിൽ യഹൂദന്മാരുടെ ലിസ്റ്റിൽ പേര് ചേർക്കുവാനായിട്ട് കർത്താവ് വരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 3 പ്രത്യേക പെരുന്നാളുകളോടുള്ള ബന്ധത്തിൽ യഹൂദന്മാര് യെരൂശലേമിൽ വരേണ്ടതായിട്ട് ആവശ്യമുണ്ട്. 1 പെസഹ പെരുന്നാള്, 2 പെന്തക്കോസ്ത് പെരുന്നാള്, 3 കൂടാര പെരുന്നാൾ. ഈ 3 വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്കുന്ന യഹൂദന്മാർ അന്ന് യെരൂശലേമിൽ വരെ. ഇത് 3 വളരെ പ്രസക്തമായിരിക്കുന്ന പെരുന്നാളുകളാണ്. ദൈവം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ വരുമ്പോൾ യഹൂദന്മാർ ഈ 3 പ്രത്യേക ദിവസങ്ങളിൽ അവിടെ വരണമെന്ന് വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 16-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന വേദഭാഗത്ത് കർത്താവ് അവിടെ വരുന്നത് പെസഹയോടുള്ള ബന്ധത്തിലാണ്. നമ്മൾ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അപ്പോൾ കഫർന്നഹൂമിൽ നിന്ന് യെരൂശലേമിലേക്ക് യേശു പോകുവാനായിട്ടുള്ള കാരണം പെസഹ ആയതുകൊണ്ടാണ്. അത് ഒരു റിക്വയർമെന്റ് ആണ്. യഹൂദനായി വന്ന കർത്താവ് പെസഹയോടുള്ള ബന്ധത്തിൽ യെരൂശലേമിൽ ചെല്ലുക എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആയിരിക്കുന്ന വിഷയമാണ്. കർത്താവ് അവിടെ പെസഹയോടുള്ള ബന്ധത്തിൽ അവിടെ ചെല്ലുന്നു. ഇനിയാണ് അവിടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന സംഭവം നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് ചില ആത്മീക പാഠങ്ങൾ നമ്മോടുള്ള ബന്ധത്തിൽ, ഇത് നമ്മോടുള്ള ബന്ധത്തിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആയി തീരുന്നു എന്നുള്ള വിഷയം ചിന്തിക്കുവാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ കർത്താവ് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ പെസഹയോടുള്ള ബന്ധത്തിൽ കർത്താവ് യെരൂശലേമിൽ ചെന്നു. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ യോഹന്നാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ദൈവാലയത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ചിത്രം ദൈവാലയത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. യെരൂശലേം ദേവാലയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അതിന് പ്രാകാരമുണ്ട്, വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ഇങ്ങനെയാണ് അതിന്റെ ക്രമീകരണം. അപ്പോൾ ഈ പ്രാകാരത്തിന് വെളിയിൽ വേറൊരു പ്രത്യേക പ്രാകാരമുണ്ട്. അത് ജാതികൾക്ക് കടന്നു വരുവാന്. യഹൂദനും ജാതികളും തമ്മിൽ അന്ന് സംസർഗമില്ല എങ്കിലും ദേവാലയത്തിലേക്ക് കടന്നു വന്ന ജാതികൾക്ക് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട്, ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വേദി അവിടെ ഉണ്ടായിരുന്നു. അത് മതിലുകൾ കൊണ്ട് വേർതിരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ശലോമോന്റെ ദേവാലയ പ്രതിഷ്ഠ നമ്മൾ വായിക്കുന്ന സമയത്തും അതേ വിഷയം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ജാതികൾ കടന്നു വന്ന് നിന്റെ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നീ അവരുടെ പ്രാർത്ഥന കേൾക്കണം. അപ്പോൾ ജാതികൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അവസരം ഉണ്ടാകുന്നതിനൊരു സാഹചര്യം ശലോമോൻ പണിത ദേവാലയത്തിലും ഉണ്ടായിരുന്നു.
ഇത് സെക്കൻഡ് ടെമ്പിൾ പീരീഡ് ആണ്. അതായത് ഇപ്പോൾ കർത്താവിന്റെ കാലത്തുള്ള ദേവാലയത്തോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ടെമ്പിൾ പീരീഡിൽ സംഭവിച്ച ആത്മീക പരാജയത്തെയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പ്രത്യേകമായിട്ട്, അല്ലെങ്കിൽ യോഹന്നാൻ പ്രത്യേകമായിട്ട് എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം ഒന്നാമത്തെ യെരുശലേം ദേവാലയത്തില് ശലോമോൻ അത് കൃത്യമായി വ്യവസ്ഥാപിതമായി കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നു. തലമുറകൾ മുന്നോട്ട് വന്നപ്പോൾ അതിൽ പല വീഴ്ചകളും വന്നു. അവസാനമായി ദേവാലയം തകർക്കപ്പെടുവാനായിട്ട് ഇടയായ വിഷയമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നവീകരണ കാലത്ത് ദൈവം വീണ്ടും അത് പുനഃപണിയാനായിട്ട് വീണ്ടും പണിയുവാനായിട്ടുള്ള ക്രമീകരണം വീണ്ടും അത് തകർക്കപ്പെട്ടു. ഇനിയും അത് പണിയുവാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കുന്നുണ്ട്. അതിന്റെ ചരിത്രത്തിലേക്കല്ല നമ്മൾ കടന്നു പോകുന്നത്. യോഹന്നാൻ ഈ വിഷയത്തിൽ പറയുന്നത് ഈ രണ്ടാമത്തെ ദേവാലയത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരാത്മീക പരാജയത്തെ കർത്താവ് കറക്റ്റ് ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, അവിടെ ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവർ. നമുക്കറിയാം, യഹൂദന്മാര് പ്രവാസത്തിലേക്ക് പോയി ചിന്നിച്ചിതറി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണവർ. വളരെ ദൂര നാടുകളിൽ നിന്നാണ് ഇവർ ഈ പെസഹായും അതുപോലെയുള്ള പെരുന്നാളുകളും ആഘോഷിക്കുവാനായിട്ട് യെരുശലേമിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യെരുശലേമിലേക്ക് വരുമ്പോൾ അവർക്ക് യാഗം അർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ദൂര നാടുകളിൽ നിന്ന് കന്നുകാലിയും ആടും ആട്, കാള, ഈ മൃഗങ്ങളും ഒക്കെ ആയിട്ട് വരും പോസിബിൾ അല്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പം വളരെ പ്രാക്ടിക്കലായിട്ട് അവിടെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. അതിനൊരു കാര്യം നമുക്കറിയാം, ലേവ്യ യാഗങ്ങളില് ഊനമില്ലാത്ത മൃഗങ്ങളെ വേണം യാഗം അർപ്പിക്കുവാനായിട്ട്. അത് പ്രാവായാലും കാളയായാലും ആടായാലും ഏത് മൃഗമായാലും ഊനമില്ലാത്തതിനെ യാഗമായിട്ട് അർപ്പിക്കും. അപ്പൊ പുരോഹിതൻ അതിനെ നോക്കി ഊനമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അത് ദൂരെ നിന്ന് ഒരാൾ ഒരു മൃഗത്തെ കൊണ്ട് വന്നാൽ ഇത് യാഗത്തിന് സ്യൂട്ടാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ചിലപ്പോൾ അത് റിജക്റ്റ് ആകാം. റിജക്റ്റ് ആയി കഴിഞ്ഞാൽ തനിക്ക് യാഗം അർപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. അതിന് അന്നത്തെ യഹൂദന്മാർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു, അവിടെ യെരുശലേം ദേവാലയത്തിന് അടുത്ത് തന്നെ ഇതിനൊരു ക്രമീകരണം ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം ഇവിടെ നടക്കുന്നത്. ആ ഒരു സിസ്റ്റം ഈ സെക്കൻഡ് ടെമ്പിൾ പീരീഡിൽ നമ്മൾ ആർക്കിയോളജി പഠിച്ചാലും ജൂവിഷ് ഹിസ്റ്ററി പഠിക്കുമ്പോഴും ഈ സെക്കൻഡ് ടെമ്പിൾ പീരീഡ്, അതായത് രണ്ടാമത്തെ ദേവാലയം പ്രതിഷ്ഠിക്കപ്പെട്ടതിന് ശേഷം ഈ ഒരു സംവിധാനം ഉണ്ട്. എന്നാൽ അവിടെ പ്രധാനമായിട്ടും ഒലിവ് മലയോട് ചേർന്നൊരു സ്ഥലത്തായിരുന്നു ഇത് നടന്നിരുന്നത്. അതായത് ഈ ആടുകളെയൊക്കെ പുരോഹിതൻ സർട്ടിഫൈ ചെയ്ത്, അപ്പൊ പുരോഹിതന്മാർക്കൊരു ഓഹരി കിട്ടും, ഇത് കൊണ്ടുവരുന്ന ആൾക്കൊരു നല്ലൊരു ബിസിനസ് ആയിരുന്നു അത്. കാരണം ആയിരക്കണക്കിന് യഹൂദന്മാർ ദേവാലയത്തിലേക്ക് യാഗം അർപ്പിക്കുവാനായിട്ട് വരുമ്പോൾ അവർക്ക് പ്രാവിനെയും കാളയും ആടിനെയും ഒക്കെ കൊടുക്കുന്നു. പിന്നെ വാണിഭക്കാര്, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് വാണിഭക്കാര് എന്ന് പറഞ്ഞാൽ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നവര്. അപ്പൊ യെരുശലേം ദേവാലയത്തിൽ കാണിക്ക അല്ലെങ്കിൽ നേർച്ച ഇടണമെങ്കിൽ, അവിടെ പൈസ അർപ്പിക്കണമെങ്കിൽ അത് ഇസ്രായേലിന്റെ പണം അവിടെ അർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ കയ്യിൽ ഈ പണം ഇല്ലാതെ വരുന്നതുകൊണ്ട് അവരുടെ പണം കൊണ്ടുവരികയും ഇവിടെ കൺവേർട്ട് ചെയ്യാനും മണി എക്സ്ചേഞ്ച് നടക്കുക. അപ്പൊ ഇതൊരു വലിയൊരു ബിസിനസ് ആയിട്ട് അവിടെ നടന്ന ഒരു കാലഘട്ടമാണ് ഈ സെക്കൻഡ് ടെമ്പിൾ പീരീഡ് എന്ന് പറയുന്നത്. അതിനെ കർത്താവ് യാതൊരു നിലയിലും നിഷേധിച്ചിട്ടില്ല. കർത്താവ് അതിനോട് പ്രത്യേകിച്ചൊന്നും പെരുമാറുന്നതായിട്ട് അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിഷയം, മഹാപുരോഹിതനായിരുന്ന കയ്യഫാവിന്റെ കാലത്ത്, അതായത് കർത്താവിന്റെ ജനന സമയത്തോടടുത്ത് യെരുശലേം ദേവാലയത്തിൽ സംഭവിച്ച വലിയൊരു ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, ഓരോ തലമുറ കഴിയുമ്പോഴും ആദ്യം ഒരു കുറച്ച് എന്താ പറയുക, അതൊരു ഫെസിലിറ്റി ആയിട്ട്, ഒരു സൗകര്യമായിട്ട് ജനം കാണും. പിന്നീട് അത് വലിയൊരു പ്രിവിലേജ് ആയിട്ട്, ഒരു എന്താ പറയുക, വ്യവസായമായിട്ട് ആളുകൾ കാണും. അപ്പൊ മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാവിന്റെ കാലത്ത് ഈ ഒലിവ് മലയുടെ താഴ്വാരത്തിൽ ഉണ്ടായിരുന്ന ഈ മണി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കാളകളെ വിൽക്കുകയും പണ വ്യാപാരം നടത്തുകയും ചെയ്യുന്ന ആ ബിസിനസ്, അത് ഈ ദേവാലയത്തിന്റെ തൊട്ടടുത്തേക്ക് പ്രാകാരത്തിലേക്ക് വരുവാനായിട്ടിടയായി. പ്രാകാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സെക്ഷനുണ്ട്. ഞാൻ പറയാം, ഒന്ന് ദേവാലയത്തിന്റെ പ്രാകാരമുണ്ട്, അവിടെ യഹൂദന്മാരാണ് അവിടെ പ്രവേശിക്കുക. അതിന് തൊട്ടു പുറകിലായിട്ട് ഒരു മതിൽ വേർപെടുത്തി ജാതികൾക്ക് അവിടെ വന്ന് ആരാധന അർപ്പിക്കാനായിട്ട് ഒരു സ്ഥലവുമുണ്ട്. ഇതിനെക്കുറിച്ചൊരു പരാമർശം എഫെസ്യ ലേഖനം 2:14 നമ്മൾ കാണുന്നുണ്ട്. അവിടെ പൗലോസ് വ്യക്തമായിട്ട് പറയുന്നു, യഹൂദന്മാരും യവനന്മാരും തമ്മിൽ ഉണ്ടായിരുന്ന വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു കർത്താവിന്റെ ക്രൂശ് മരണത്തോടുകൂടി എന്നവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ നടുച്ചുവരിന്റെ പുറത്ത്, അതായത് വിജാതികൾ കർത്താവിങ്കിലേക്ക് നോക്കി കർത്താവിനെ ആരാധിക്കുന്ന സ്ഥലം ഒരു കച്ചവട സ്ഥലമായി മാറി. എന്നാൽ അവിടെ കർത്താവ് വരുമ്പോൾ കാണുന്ന കാഴ്ച, കാളയെയും ആടിനെയും മൃഗങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് 1, 2 അല്ല,
ഇഷ്ടംപോലെ മൃഗങ്ങളെ അവിടെ കൊണ്ടുവന്ന് അവർ വ്യാപാരം ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാണകവും അതുപോലെയുള്ള മലമൂത്ര വിസർജനവും ഒക്കെ ഈ മൃഗങ്ങൾ അവിടെ ചെയ്യുകയാണ്. അതുപോലെ മണി മേക്കിംഗ് അവിടെ എല്ലാം നമുക്കറിയാം. ഒരു പള്ളിപ്പെരുന്നാളിന് പോയി കഴിഞ്ഞാൽ പള്ളിയുടെ മുറ്റത്ത് മുഴുവനും മെഴുകുതിരി വിൽക്കുന്നവർ മുതൽ നക്ഷത്രം വിൽക്കുന്നവർ, ഒരു കൊന്തയും കുരിശും വിൽക്കുന്നവർ, സകല ആളുകളും അവരവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും, ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് യെരൂശലേം ദേവാലയം മാറി. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ദൈവാലയത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ല. ഇതിനു മുമ്പ് കടന്നു ചെന്നിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ബാലനായിരുന്ന സമയത്ത് യെശയ്യാ പ്രവചനം അവിടെ പോയിരുന്ന് വായിക്കുന്നതായിട്ട്, ദേവാലയത്തിൽ ചെന്ന് വായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് തൻ്റെ നിയോഗവുമായിട്ട്, തൻ്റെ 30-ാമത്തെ വയസ്സിന് ശേഷം തൻ നിയോഗവുമായിട്ട് മുന്നോട്ട് പരസ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ താൻ ആദ്യമായി ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒന്നാമത്തേത് അത്ഭുത പ്രവൃത്തിയാണ്. താൻ ദൈവപുത്രനാണ്, താൻ ദൈവമാണ് എന്നുള്ള വിഷയം ശിഷ്യന്മാർക്ക് വ്യക്തമായി ബോധ്യപ്പെടുവാൻ അത്ഭുത പ്രവൃത്തി മുഖാന്തരമായി. ഇനി രണ്ടാമത്തെ വിഷയമായിട്ട് നോക്കുന്ന ദേവാലയം സംബന്ധിച്ച് ഒരു ശുദ്ധീകരണം നടത്തുവാനായിട്ട് കർത്താവ് അവിടെ ഇറങ്ങിയ. അപ്പോൾ അതിന് യഹൂദന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 18-ാം വാക്യത്തിൽ വരുമ്പോൾ, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും? അപ്പോൾ കർത്താവ് ഇവരെ ഈ ചമ്മട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കോലിന്റെ അറ്റത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി മൃഗങ്ങളെ അടിച്ചിറക്കി പ്രാവിനെ കൂട്ടിൽ വളർത്തിയോട് അവർ അതിനെ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ കർത്താവ് വളരെ ക്രമീകൃതമായിട്ട് തന്നെ, കർത്താവിന് വളരെ കോപം വന്നുവെങ്കിലും വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് കർത്താവ് അവിടെ പെരുമാറുന്നത്. മൃഗങ്ങളൊക്കെ അടിച്ച് പുറത്തിറക്കി, നാണയം വിൽക്കുന്നവരെയും പുറത്തിറക്കി. ഇതിനു വേണ്ടിയുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് കർത്താവ് അവിടെ ഒരു ശുദ്ധീകരണം നടത്തുകയാണ്. അപ്പോൾ ഇവിടെ കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ഒരു ശുദ്ധീകരണം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. നമുക്കറിയാം അവിടെ ഒരു സിസ്റ്റം അങ്ങനെ ഉള്ളതാണ്. അതായത് ആടുകളെ യാഗം, അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ശരിയാണ്. ദൂരദേശത്ത് നിന്ന് വരുന്നവർക്ക് അവിടെ യാഗം അർപ്പിക്കുവാനായിട്ട് മൃഗങ്ങൾ ആവശ്യമാണ്. നേർച്ച അർപ്പിക്കുവാനായിട്ട് പണം, അതായത് ഇസ്രായേലിലുള്ള കറൻസി ആവശ്യമാണ്. ഇതിനൊക്കെ മണി എക്സ്ചേഞ്ചും അവിടെ ആവശ്യമാണ്. എന്നാൽ ആത്മീക പിതാക്കന്മാർ അല്ലെങ്കിൽ ആത്മീക ദർശനമുള്ള പുരോഹിതന്മാർ, ലേവ്യരായിരിക്കുന്ന പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം അസൈൻ ചെയ്തിരുന്നു. ഒലിവുമലയുടെ താഴ്വാരത്തിൽ അവർക്ക് കടന്നു വരുന്ന, ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന വഴിയിൽ തന്നെ അവർക്ക് യാഗമൃഗത്തെ ചൂസ് ചെയ്ത് അതിനെ കൊണ്ടുവരുവാനും യാഗം അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നു. അത് തെറ്റായ ഒരു കാര്യമല്ല. എന്നാൽ കയ്യഫാവിന്റെ കാലത്ത് എന്ത് സംഭവിച്ചു? ഈ അകലം വിട്ട് ദൈവഭക്തന്മാർ സൂക്ഷിച്ചിരുന്ന ആ ഒരു ക്രമീകരണത്തെ ദേവാലയത്തിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയുണ്ട്. ദൈവാലയത്തിന്, യഹോവയുടെ ആലയത്തിന് ഒരു പവിത്രത, വിശുദ്ധി അതിനുണ്ട്. ആ വിഷയത്തിൽ ഉദാസീനത കാണിച്ച ഒരു മഹാപുരോഹിതൻ, കയ്യഫാവ് എന്ന് പറയുന്ന മഹാപുരോഹിതനാണ് അത് ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ആ നിലയിൽ ഒരു അനുവാദം കൊടുത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു അല്പ അനുവാദം കിട്ടിയാൽ മുഴുവൻ കുത്തഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ, ദേവാലയത്തിന്റെ മുമ്പിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവിടെ ഈ കച്ചവടക്കാരുടെ ബഹളം, അതൊരു ബഹളം, വാങ്ങാൻ വരുന്നവരുടെ ബഹളം വേറൊന്ന്, ആകപ്പാടെ അലങ്കോലമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാം ഈ വേദഭാഗത്ത്, അതായത് അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവ് അതിനുവേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അവിടെ ഓൾറെഡി ഉള്ളൊരു സിസ്റ്റം അല്ല, പിന്നെ എന്തിനാണ് കർത്താവ് അതിനെതിരെ തിരിയുന്നത് എന്നുള്ള വിഷയം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് വ്യക്തമായിട്ട് തന്നെ കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൽ പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നു. ഇവിടെ ആ വാക്ക് പറയുന്നില്ല. എന്നാൽ ഇവിടെ എൻ്റെ ആലയത്തെ, എൻ്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് ഈ നിലയിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ടുള്ള കാരണം, ഈ കർത്താവിന്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ആത്മീകമായി ഉൾക്കൊള്ളേണ്ട കുറെ പാഠങ്ങൾ കൂടിയുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവ് മനുഷ്യനായിട്ട്, കർത്താവ് ദൈവപുത്രനാണ്. കർത്താവിന്റെ പ്രവൃത്തിയിൽ ഈ രണ്ട് തലവും, അതായത് മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ, പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ കർത്താവ് ചെയ്ത പ്രവൃത്തി വിശ്വാസികളുടെ ജീവിതത്തിൽ അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ നമുക്കൊരു മാതൃക വെച്ചു പോയി നമ്മൾ വായിക്കുന്നുണ്ട്. അതെല്ലാ നിലയിലും മാതൃക പിന്തുടരുവാനായിട്ടാണ് കർത്താവ് അങ്ങനെ ഒരു മാതൃക വെച്ചത്. രണ്ട്, ദൈവപുത്രൻ എന്ന നിലയിൽ കർത്താവ് തന്റെ അധികാരം കൃത്യമായി വെളിപ്പെടുത്തി. ഈ രണ്ട് ആസ്പെക്റ്റും ഉണ്ട്, കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും. അതിൽ മനുഷ്യത്വമായ തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ചെയ്ത വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അത് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് എന്ന്
ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. ഇവിടെ കർത്താവ് ഇങ്ങനെ ചെയ്യുവാനായിട്ടുള്ള കാരണം, ഇവരെ പുറത്താക്കുവാനായിട്ട് ഏകദേശം ഒരു 3-4 പ്രധാന കാരണം ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ 4 കാരണങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ച് വിശകലനം ചെയ്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാരണം അതിൻ്റെ 2-ാം അധ്യായം 16-ാം വാക്യം. യേശു കർത്താവ് ഈ നിലയിൽ ഒരു ശുദ്ധീകരണ പ്രവൃത്തി അവിടെ ചെയ്യുവാനായിട്ടുള്ള കാരണങ്ങൾ, അതിലൊന്നാമത്തെ കാരണം കർത്താവോട് പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം. അതിൻ്റെ 16-ാം വാക്യം, പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവേൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുത്. അതാണ് കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എൻ്റെ പിതാവിൻ്റെ ആലയം. അപ്പോൾ നമ്മൾ അവിടെ ഒരു വാക്യവും അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ നിന്ന് നിന്റെ ആലയത്തെ കുറിച്ചുള്ള അറിവ് എരിവ് എന്നെ തിന്നുകളയുന്നു ശിഷ്യന്മാർ ആ വിഷയം വാക്യം ഓർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, ഈ ദൈവാലയം കർത്താവ് ശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആലയത്തിന്റെ അവകാശി കർത്താവാണ്, എൻ്റെ പിതാവിൻ്റെ ആലയം. അപ്പോൾ തൻ്റെ പിതാവിൻ്റെ ആലയം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് പുത്രന് കൃത്യമായ ഒരു ദർശനമുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്. അപ്പം രണ്ടാമതായിട്ട് താൻ അവകാശിയാണ്, പിതാവിൻ്റെ ആലയത്തിന് പുത്രനാണ്, അവകാശിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് ഈ ആലയത്തിന്റെ അവകാശി ആയതുകൊണ്ട് കർത്താവ് ആലയത്തെ ശുദ്ധീകരിക്കുന്നു. നമ്മോടുള്ള ബന്ധത്തിലും ഈ ഒരു ശുദ്ധീകരണത്തിന്റെ പ്രസക്തി വളരെ പ്രാധാന്യത്തോടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. ഈ സഭ, ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. പഴയ നിയമകാലത്ത് യെരുശലേം ദേവാലയം ദൈവത്തിന്റെ ആലയമായി, ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ദൈവത്തിന്റെ ആലയമായിട്ട് കൃത്യമായിട്ട് വെളിപ്പെട്ട് വന്നപ്പോൾ പുതിയ നിയമത്തിൽ കർത്താവിന്റെ സഭയാണ് ദൈവത്തിന്റെ ആലയം. അപ്പോൾ ആ ആലയത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. 1 തിമോഥെയോസ് 3:15 വരുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിൽ, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭ. അപ്പോൾ ആ സഭയിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ വേണ്ടിയാണ് തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതുന്നത്. അപ്പോൾ ദൈവാത്മാവ് പൗലോസ് മുഖാന്തരം ഒരു പെരുമാറ്റച്ചട്ടം കൊടുക്കുകയാണ്. ക്രിസ്തീയ സഭയിൽ എങ്ങനെ, അത് ദൈവത്തിന്റെ ആലയമാണ്, അതിലെങ്ങനെ പെരുമാറണം. അപ്പൊ യെരുശലേം ദേവാലയത്തെ കുറിച്ച് ദൈവത്തിനൊരു ക്രമീകരണം. നമ്മൾ ലേവ്യ പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം അതിന്റെ പണിയെന്നും, എങ്ങനെയാണ് അതിനകത്ത് പെരുമാറ്റച്ചട്ടം, പുരോഹിതന്മാർ എങ്ങനെയായിരിക്കണം, യാഗങ്ങൾ എങ്ങനെയായിരിക്കണം, യാഗവസ്തുക്കൾ എങ്ങനെയുള്ളതായിരിക്കണം, നിലവിളക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം, സമാഗമന കൂടാരം എപ്രകാരമായിരിക്കണം, വളരെ കൃത്യമായിരിക്കുന്ന അളവുകളോടും പെരുമാറ്റച്ചട്ടോടും വ്യക്തമായിട്ട് നൽകി. അതേ നിലയിൽ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സഭയാകുന്ന ആലയത്തെക്കുറിച്ചും അതിന്റെ ക്രമീകരണത്തെക്കുറിച്ചും ദൈവത്തിന്റെ ആത്മാവ് ഒരു പെരുമാറ്റച്ചട്ടം വെച്ചിട്ടുണ്ട്. ഈ പെരുമാറ്റച്ചട്ടത്തിൽ നിന്ന് ക്രമം കെട്ടു പോകുമ്പോൾ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. അതാണ് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്ന വിഷയം. ഇത് ദൈവത്തിന്റെ ആലയമായതുകൊണ്ട്, ഇത് എൻ്റെ പിതാവിന്റെ ആലയമായതുകൊണ്ട് ഇവിടെ ക്രമക്കേടുകൾ സംഭവിക്കുമ്പോൾ അതിനൊരു ശുദ്ധീകരണം വരുത്തുവാൻ ഞാൻ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്ന് പറഞ്ഞാൽ, അതിന്റെ അവകാശി എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ആരാണ് അവകാശി? ദൈവാലയത്തിന്റെ അവകാശി എൻ്റെ പിതാവിന്റെ ആലയമാണ്. അതിനൊരു പർപ്പസ് ഉണ്ട്. ആ ആലയത്തിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിന് അതിലൊരു പ്രത്യേകമായിരിക്കുന്ന വിഷയം, ഇങ്ങനെ ഈ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ കൊണ്ട് അലങ്കോലപ്പെടുത്തേണ്ട മലിമസമാക്കാൻ നമുക്കൊരു അറിയാം. ആ കോർട്ടിയാട് മുഴുവൻ കച്ചവടക്കാർ കയ്യേറിയതുകൊണ്ട് വിജാതികൾക്ക് അവിടെ വന്ന് ദൈവ തേജസ് കാണുവാൻ കഴിയാത്ത വിധം അവിടെ ഒരു മറ രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് വഴി അടയ്ക്കപ്പെട്ടു വരും. യഹൂദന്മാരെ സംബന്ധിച്ച് അതൊരു ഈഗോ വിഷയം എന്ന് പറഞ്ഞാൽ ജാതികൾ തൽക്കാലം യഹോവയെങ്കിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും പാരമ്പര്യ യഹൂദന്മാർക്ക് വരും. ഞങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഞങ്ങളൊക്കെ ഇത് ആലോചിച്ചു, ഞങ്ങൾ കച്ചവടം ചെയ്യും, ഞങ്ങൾ പലതും ചെയ്യും, ഇവിടെ നിങ്ങൾ വരേണ്ട എന്നൊരു ചിന്തയാണ്. അത് ഞാൻ ഇന്നത്തെ ഭാഷയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കർത്താവ് അവിടെ വരുമ്പോൾ, കർത്താവ് ആ കാഴ്ച കണ്ടിട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി, ദൈവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ കണ്ട ക്രമക്കേടുകളെ തിരുത്തുവാനായിട്ടാണ് കർത്താവ് ആദ്യമായിട്ട് ശ്രമിച്ചത്. അപ്പൊ ദൈവസഭയാകുന്ന, ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മോടുള്ള ബന്ധത്തിലും ക്രമക്കേടുകൾ വന്നാൽ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന പ്രബോധനം.
1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ വരുമ്പോൾ വിശ്വാസികൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം 2:21-22 വായിക്കുമ്പോൾ ദൈവത്തിന്റെ നിവാസമാണ് വിശ്വാസികൾ അല്ലെങ്കിൽ സഭ എന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, ഈ രണ്ട് വിഷയങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സെറ്റ് അപ്പാർട്ട് ചെയ്ത വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഈ ദേവാലയം. ഈ ഇസ്രായേൽ ഗോത്രം 12 ഗോത്രങ്ങളും എവിടെയെല്ലാം ചിതറിപ്പോയാലും അവരെല്ലാവരും ആരാധനയ്ക്കായിട്ട് കടന്നു വരേണ്ട പരിപാവനമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ യെരുശലേം ദേവാലയം എന്ന് പറയുന്നത്. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവർ തങ്ങളെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അവിടെ വന്നതിന് ശേഷം തങ്ങളുടെ ജീവിതത്തെ വ്യക്തമായി ശോധന ചെയ്തിട്ട് ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കാളയെയോ ആടിനെയോ കുറുപ്രാവിനെയോ എന്ന് പറഞ്ഞാൽ കർത്താവ് ആർക്കും അവസരം നിഷേധിച്ചിട്ടില്ല. ദരിദ്രനായവന് ഒരു പ്രാവിനെ അർപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കുറുപ്രാവിനെ അർപ്പിച്ചാൽ മതി. പണമുള്ളവൻ, ധനാഢ്യനായവൻ ഒരു കാളയെയോ ആട്ടുകൊറ്റനെയോ കുഞ്ഞാടിനെയോ ഒക്കെ അർപ്പിക്കണം. എല്ലാവർക്കും പ്രതിശാന്തിക്കായിട്ട്, അവർ ചെയ്ത തെറ്റിന്റെ പ്രതിശാന്തിക്കായിട്ട് യാഗം അർപ്പിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒരു അവസരം ദൈവം ഒരുക്കി. ആ അവസരത്തെ ഇവിടെ ഇവരെന്ത് ചെയ്തു? വ്യാപാരമാക്കി മാറ്റിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയെ കച്ചവടച്ചരക്കാക്കി മാറ്റി ക്രമക്കേടുണ്ടാക്കി. അതതിന്റെ ആശയം. ഇവിടെ ഒലിവുമലയ്ക്ക് താഴെ വശത്ത് ഇങ്ങനെ ഒരു ക്രമീകരണം ഇതിനു മുമ്പുള്ള പുരോഹിതന്മാർ അനുവദിച്ചതിന് കാരണം പ്രാക്ടിക്കലായിട്ട് അവർ ആ വിഷയം കണ്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുമ്പോൾ മൃഗങ്ങളെ, അതായത് ഊനമില്ലാത്ത മൃഗങ്ങളെ കൊണ്ടുവരുവാനും അവിടെ വന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട്. എന്നാൽ ഓൾറെഡി ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ് ആയിട്ടുള്ള മൃഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ തങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള മൃഗങ്ങളെ മേടിച്ചുകൊണ്ട് യാഗം അർപ്പിക്കുന്നതിൽ സൈദ്ധാന്തികമായിട്ട് തെറ്റുണ്ടായിട്ടില്ല. ദൈവം അതിനെ നിഷേധിച്ചിട്ടുമില്ല. എന്നാൽ കർത്താവ് വരുന്ന സമയത്ത് ഈ ഒലിവുമലയുടെ അടിവാരത്തുണ്ടായിരുന്ന ഈ വ്യാപാര സഞ്ചയം മുഴുവനും ദേവാലയത്തിന്റെ പ്രാകാരത്തിങ്കലേക്ക്, അതായത് വിജാതികൾ കർത്താവിങ്കലേക്ക് നോക്കി കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയാം, അവരവിടെ വന്ന് കർത്താവിലുള്ള ഏകാഗ്രതയോടുകൂടി കർത്താവിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ആ സ്ഥലം കച്ചവട കേന്ദ്രമാക്കി മാറ്റിക്കളഞ്ഞു. അതിനെയാണ് കർത്താവ് ഒന്ന് കറക്റ്റ് ചെയ്യുവാനായിട്ട് തൻ്റെ അധികാരം താൻ ഉപയോഗിച്ചത്. താൻ അതിന്റെ ഒന്നാമത്തെ വിഷയം വെച്ച കർത്താവ് അതിന്റെ അവകാശിയാണ്, കാരണം തൻ്റെ പിതാവിന്റെ ആലയമാണ്. നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സഭയിലെ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ ഈ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്. വിശ്വാസികളായിരിക്കും നാം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവം അധിവസിക്കുന്ന ദൈവത്തിന്റെ നിവാസമാണ്. ആ 3 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 തിമോഥെയോസ് 3:15, 1 കൊരിന്ത്യർ 3:16-17, എഫേസ്യർ 2:21-22. അപ്പോൾ ഈ വാക്യങ്ങൾ പ്രകാരം സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയമാണ്, വിശ്വാസികൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും. നമ്മൾ വചനം പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങൾക്ക് നമ്മൾ ഒരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് പരീശഭക്തിയാണ്. ഇസ്രായേൽ ഭക്തന്മാർ യെരുശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ യെരുശലേം ദേവാലയത്തിന്റെ പ്രാകാരവും ചുറ്റുപാടും മുഴുവൻ വൃത്തിയുള്ളതായിരിക്കണം, കാരണം അവിടെ ദൈവ തേജസ് വെളിപ്പെടുന്ന സ്ഥലമാണ്. നാം കൂടി വരുന്ന സഭാ ഹാളുകളും വൃത്തിയുള്ളതായിരിക്കണം, മെനയുള്ളതായിരിക്കണം. വ്യാപാര സ്ഥാപനങ്ങളായിട്ട് അത് മാറുവാനായിട്ട് പാടില്ല. നമുക്ക് പലപ്പോഴും നമ്മൾ വേർപാട് പറഞ്ഞ് അതായത് നാമധേയ സഭകളിൽ നിന്ന് വേർപെട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പലതും വേർപെടാതെയും ആവശ്യമുള്ള കാര്യങ്ങൾ പലതും പിൻപറ്റാതെയും പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യോഗ്യമായി ചെയ്യേണ്ട പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നു. ഇവിടെ പല കച്ചവടങ്ങൾ. എന്താണ് പല കച്ചവടം? വ്യാപാരം. എന്താ ഇവിടെ വ്യാപാരം? ദൈവത്തെ ആരാധിക്കാനായിട്ട് അടുത്ത് വരുമ്പോൾ അവർ കാളകളെ വ്യാപാരം ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു വ്യാപാരി നോക്കുക. അപ്പൊ അവൻ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ, അവന് ആരാധന ഒരു വിഷയമല്ല, അവന് യാഗം, മൃഗം അതൊരു വിഷയമല്ല. ഈ കച്ചവടക്കാരന്, അവനെ സംബന്ധിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും എത്ര ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുന്നതാണ് ചിന്തിക്കുക. നമ്മളൊക്കെ ആരാധനയ്ക്കായിട്ട് അല്ലെങ്കിൽ വിശ്വാസിയായിട്ട് നാം ജീവിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? അത് നമ്മൾ സ്വയം ശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. കർത്താവിനെ ആരാധിക്കാനായിട്ടാണ് അവർ വരുന്നത്. അവർക്കൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുവാനായിട്ടാണ് ഈ ഒരു ക്രമീകരണം. പുരോഹിതന്മാര് ആ മൃഗങ്ങളെ പരിശോധിച്ച്
ക്വാളിഫൈ ചെയ്ത് അത് യോഗ്യമാണ് എന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷം ആ മൃഗത്തെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ചെറിയ പണിയൊന്നുമല്ല. അതിന് യോഗ്യമായ ആഹാരം കൊടുക്കണം. അത് മെലിഞ്ഞു പോകുവാനായിട്ട് പാടില്ല. അതിന് മറ്റ് രോഗങ്ങൾ വരുവാനായിട്ട് പാടില്ല. രോഗമുണ്ടെന്ന് കണ്ടാൽ തന്നെ അതിനെ പുരോഹിതനെ കാണിച്ച് അതിനെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ട് ഇത് വലിയൊരു പ്രോസസ്സാണ് അവിടെ. എന്നാൽ ഇത് ആത്മീകരായിരിക്കുന്ന ആളുകൾ ചെയ്തപ്പോൾ അത് ഏറ്റവും ഭംഗിയായി നിലയിൽ പോയി. എന്നാൽ കർത്താവിന്റെ കാലം വന്നപ്പോഴത്തേക്കും അത് ഒരു വ്യാപാരം, കേവലം ഒരു വ്യാപാരമായിട്ട് മാറി. അതുകൊണ്ടാണ് കർത്താവ് അത്ര ശക്തമായ നിലയിൽ അവിടെ പ്രതികരിച്ചത്. ക്രിസ്തുവിന്റെ ആലയമാകുന്ന സഭയിലെ അംഗങ്ങളാകുന്ന നാം സഭയിൽ എങ്ങനെയാണ് നമ്മൾ വ്യാപാരം ചെയ്യുന്നത്? എന്താണ്? നമ്മളെ തന്നെ വ്യാപാരം, നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ ഈഗോയും നമ്മുടെ പ്രത്യേകതകൾ, എൻ്റെ കൺട്രോളിൽ കാര്യങ്ങൾ പോകണമെന്നുള്ള നിലയിലേക്ക് നമ്മൾ കുറെ ചട്ടങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അത് ദൈവഹിതപ്രകാരമാണോ, ദൈവത്തിന്റെ പ്രമാണപ്രകാരമാണോ, ദൈവത്തിന്റെ വചനാനുസൃതമാണോ എന്ന് പരിശോധിക്കുവാൻ പലരും മെനക്കെടുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്നത്തെ പല സഭാ ഹോളുകളും പൂട്ടപ്പെട്ടു പോകുന്നതിന് കാരണം ഈ ഒരു ക്രമക്കേട് നമ്മുടെ സഭയിലും സമൂഹത്തിലും വന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. എന്ന് പറയാൻ വ്യാപാരശാലകളായിട്ട് ദൈവസഭ മാറിപ്പോകാനായിട്ട് പാടില്ല. എന്ത് വ്യാപാരം ചെയ്തു? കച്ചവടം. ആക്ച്വൽ കച്ചവടം അല്ല ആകണമെന്നില്ല. നമ്മുടെ ഈഗോ, നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ കച്ചവടം ചെയ്യുവാനായിട്ട് ദൈവസഭയെ നാം ഉപയോഗിച്ചാൽ അവിടെ കർത്താവിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. നമ്മുടെ പല സഭാ ഹോളുകളും ഒന്ന് അതിൻ്റെ ഫ്രണ്ടിൽ അത് ബിൽഡ് ചെയ്ത സമയത്ത് എഴുതിയ സഭാ ഹോൾ എന്നുള്ള ബോർഡ് അതൊന്ന് പെയിന്റ് ചെയ്യാൻ പോലും താല്പര്യപ്പെടാത്ത സഭാ ഹോളുകളുണ്ട്. എന്നാൽ ചിലർ നല്ല വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമുണ്ട്. മുറ്റത്ത് കാട് മുളച്ചു വന്നാൽ അത് പറിച്ചു കളയാൻ വിശ്വാസികൾക്ക് സമയമില്ല. എന്നാൽ ഒരു നാമധേയ സഭയുടെ, അപ്പൊ നമ്മൾ പറയും കർത്താവ് ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് നമുക്കിതൊന്നും ആവശ്യമില്ല. ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു പ്രമാണം, ഇത് പരീക്ഷ പ്രമാണം, വചന പ്രമാണമല്ല. നമ്മൾ ആ കർത്താവിനെ ആരാധിക്കുന്ന സഭാ ഹോളിന്റെ മുറ്റത്ത് ചപ്പ് ചവറുകളും കാടുകളും പെരുകി വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ അത് ദൈവത്തിന് മഹത്വമാണെന്ന് തോന്നുന്നത് വികലമായ ഒരു കാഴ്ചപ്പാടാണ്. നമ്മുടെ വീട്ടില് ഭിത്തിയുടെ മൂലയ്ക്ക് ഒരു ചെലന്തി വന്നു കഴിഞ്ഞാൽ അതിനെ കൊല്ലാതെ റെസ്റ്റ് ഇല്ല. അതിനെ ഓടിച്ചിട്ട് കൊന്ന് വൃത്തിയാക്കി മെനയാക്കി നമ്മൾ കൊണ്ടു നടക്കും. നമ്മൾ ആരാധിക്കുന്ന സഭാ ഹോളിലേക്ക് ഈ ഞായറാഴ്ച രാവിലെ 9:55 എത്തി 12:25 ഇറങ്ങി ഓടുന്ന ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് ആർക്കും സഭാ ഹാളിലൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. ഇന്ന് ചില ഹോളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അവർ AC ഹോളൊക്കെ ആക്കിയത് കൊണ്ട്, മുറ്റമൊക്കെ കംപ്ലീറ്റ് ടൈലിട്ടത് കൊണ്ട് വൃത്തിയായിട്ട് കിടപ്പെട്ടത് നല്ല കാര്യമാണ്. പക്ഷേ കർത്താവ് ഹൃദയത്തിലേക്ക് മാത്രമല്ല, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മീക ദർശനത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുന്നത് നാം ആരാധിക്കുന്ന ആരാധനാലയത്തിന്റെ ആ ഒരു മെയിൻ്റനൻസ് കൂടി പരിഗണിച്ചാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കും. അപ്പൊ അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. ഇവിടെ യെരുശലേം ദേവാലയത്തിന് മുമ്പിൽ കർത്താവ് വരുമ്പോൾ അവിടെയുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. അവരുടെ കാളകളെ വിൽക്കുന്നു, ആടിനെ വിൽക്കുന്നു, അവിടെ ചാണകമുണ്ട്, മൃഗങ്ങളുടെ മൂത്രങ്ങളുണ്ട്, അത് മലമൂത്ര വിസർജനങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്ന അവരതിന്റെ ഇടയ്ക്കൂടെ നടന്ന് കച്ചവടം ചെയ്ത് പുരോഹിതന് വസ്തു കൊണ്ട് പുരോഹിതൻ യാഗം അർപ്പിക്കുന്നുണ്ട്. എല്ലാം ചടങ്ങായിട്ട് നടക്കുന്നു. പക്ഷെ പ്രശ്നം അവിടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നില്ല എന്നുള്ള വിഷയം. അതിനെയാണ് കർത്താവ് അവിടെ ഫോക്കസ്ഡ് ആയിട്ട് എടുത്തു കാണിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നാം എന്താണ് നമ്മുടെ ആരാധനാലയങ്ങളിൽ വ്യാപാരം ചെയ്യുന്നത്. ഇവിടെ വിജാതികൾക്ക് അവിടെ കടന്നു വരുവാൻ ഒരു അവസരം ഉണ്ടായിരുന്നത് ഇവരുടെ ഈ കച്ചവട മുഖാന്തരം അത് നിഷേധിക്കപ്പെട്ടു. ദൈവസഭയിലേക്ക് ദൈവമക്കൾ, വിശ്വാസികൾ കടന്നു വരുമ്പോൾ അവർക്ക് കർത്താവിനെ ആരാധിക്കുവാൻ തടസ്സമായി നാം ഒരിക്കലും നിൽക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ വ്യാപാരങ്ങൾ, നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ, നമ്മുടെ സ്വാർത്ഥ ചിന്താഗതികൾ ഒരിക്കലും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് മറ്റൊരു വിശ്വാസിക്ക് തടസ്സമായി നിൽക്കുവാൻ ഇടവരരുത്. ഇടവരുന്നുവെങ്കിൽ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി അത്തരം കാര്യങ്ങളെ തിരുത്തുവാനായിട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അതാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് അവിടെ ഒരു യഹൂദ സിസ്റ്റം അവിടെയുണ്ട്, ജൂവിഷ് സിസ്റ്റം. ആ സിസ്റ്റത്തിന് നടുക്കേക്ക് കർത്താവ് വന്നിട്ട്, കർത്താവ് അതിനു മുമ്പ് കനൽ അത്ഭുതമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവിടെ ആരാണ് എന്താണെന്നൊന്നും വ്യക്തമായതേ ഇല്ല. അതുകൊണ്ട് അതുകൊണ്ട് നിനക്ക് ആരാണ് ഇതിനുള്ള അധികാരം തന്നത്? യഹൂദന്മാർ അടയാളം ചോദിക്കുന്നു, അവരെല്ലാത്തിനും ഒരു അടയാളം ചോദിക്കുന്നു, നിനക്കിത് ചെയ്യാൻ അധികാരമുണ്ടെന്നുള്ള അടയാളം. പക്ഷെ അവർ ആക്ച്വലി ചോദിച്ചത്, നീ എന്ത് അധികാരത്തിലാണ്
ഇതൊക്കെ ചെയ്തത്, ചാട്ടവാർ ഉണ്ടാക്കി അടിച്ചത്, ഇവരെ ചവിട്ടി പുറത്താക്കിയത് എന്ത് അധികാരത്തിലാണ്? ഒരു സഭയിൽ ഒരു ക്രമക്കേട് ഉണ്ടാവുമ്പോൾ ഒരു ശുദ്ധീകരണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തിയെ അവിടെ ആൾക്കാർ നേരിടുന്നത് എങ്ങനെയാണ്? നീ ആരാടാ ചെയ്യാൻ, നീ ആരാടാ ചോദിക്കാൻ? അത് സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ മനുഷ്യ സഹജമായിരിക്കുന്ന കാര്യത്തിനല്ല അവിടെ പ്രാധാന്യം. ആ ചോദ്യം നേരിടേണ്ടി വന്നപ്പോഴും കർത്താവ് വളരെ യുക്തമായൊരു മറുപടി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആ ആദ്യത്തെ 3 വിഷയത്തിലേക്ക് വീണ്ടും ഫോക്കസ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഉദ്ദേശം, ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള ആ എരിവ് എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മുടെ സഭയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് ഒരു തീവ്രവാദ വിശ്വാസമുള്ള വ്യക്തി, അതല്ല ആ എരിവ്. ഇറ്റ് ഈസ് ആക്ച്വലി എ കൺസേൺ. അതിനെക്കുറിച്ചുള്ള ഒരു കരുതൽ, അതിനെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷ, അതെന്തിനു വേണ്ടിയുള്ളതാണ്, അതെങ്ങനെ പോകേണ്ടതാണ് എന്നതിനെക്കുറിച്ച് കർത്താവിന് ഉള്ളിലുണ്ടായിരിക്കുന്ന ആ ഒരു എരിവാണ് അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നത്. സങ്കീർത്തന പുസ്തകം 69:9 നമ്മൾ ആ വാക്യം, കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്ന ആ വാക്യം, 17-ാം വാക്യത്തിലെ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്നുള്ള വാക്യം നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ ആ നിലയൊരു ശുദ്ധീകരണത്തിന് അടിസ്ഥാന കാരണം പിതാവിന്റെ ആലയമാണ്. അതുകൊണ്ട് ഞാനാണ് ഈ ആലയത്തിന്റെ അവകാശി. ഇവിടെ ഇത് ഇങ്ങനെ ഒരു ക്രമമല്ല ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ ഇത് പാടില്ല എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ശുദ്ധീകരിച്ചു. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ദൈവാലയത്തിന്റെ ഉദ്ദേശം എന്തല്ല? അവിടെ യാഗമർപ്പിക്കുന്നുണ്ട്, യാഗാർപ്പണം അവിടുത്തെ ഒരു പ്രധാന വിഷയമാണ്. എന്നാൽ മൃഗമല്ല, മൃഗത്തിന്റെ യോഗ്യത ഇതല്ല പ്രയോറിറ്റി. ഇത് ആവശ്യമാണ്, ഇത് യോഗ്യതയാണ്. എന്നാൽ ആ മൃഗമല്ല അവിടുത്തെ പ്രധാന വിഷയം. ഈ മൃഗത്തെ യാഗമർപ്പിക്കുവാനായിട്ട് വരുന്ന മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് അവിടുത്തെ പ്രധാന വിഷയം. അപ്പൊ കർത്താവ് ആ വിഷയം, എന്റെ ആലയം ഇതിനു വേണ്ടിയുള്ളതല്ല, ഇതിനത്തെ വാണിഭശാലയാക്കരുത്. ഇവിടെ യാഗമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഏലിപുരോഹിതൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച ഏലിപുരോഹിതൻ വാർദ്ധക്യമായി കഴിഞ്ഞപ്പോൾ മക്കൾ യാഗപീഠത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഫസ്റ്റ് ക്വാളിറ്റി മാംസത്തെ വറുത്തു തിന്നുന്നത് ഒരു രുചിയായിട്ട് താൻ കണ്ടു. തൻ്റെ മക്കൾ കാണിച്ച അഴിമതി, യാഗപീഠത്തിലെ അഴിമതി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ പിതാവ് അത് ആസ്വദിച്ചു, ഏലി അത് ആസ്വദിച്ചു. അതിന്റെ ഭവിഷ്യത്ത് എന്തായിരുന്നു? അന്ത്യം വിനാശമായിരുന്നു. അപ്പോൾ ദൈവസഭയിലേക്ക് നമ്മൾ ചേർന്ന് കർത്താവിന്റെ ആലയത്തിന്, അവിടുത്തെ യാഗത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുക. ആരാധനയും പ്രാർത്ഥനയുമാണ് ദൈവാലയത്തിലെ ഉദ്ദേശം. അതിന്റെ പ്രാകാരങ്ങളിൽ പോലും യാതൊരുവിധ വ്യാപാരവും നടക്കുവാനായിട്ട് പാടില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് കർത്താവ് നമുക്ക് തരുന്ന ഒരു ആത്മീയ സന്ദേശം. ദൈവാലയത്തിന്റെ പ്രാകാരത്തിൽ പോലും ഒരു വ്യാപാരമൊക്കെ ഈ പ്രാകാരത്തിന് വെളിയിൽ വെച്ചുകൊള്ളണം. പ്രാകാരത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് കാര്യങ്ങൾ: കർത്താവിന്റെ മഹത്വം കാണുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി കർത്താവിനെ ആരാധിക്കുക. ആ ആരാധനയിലെ ഒരു ഭാഗം മാത്രമാണ് യാഗാർപ്പണം. എന്നാൽ യഹൂദന്മാർ എന്ത് ചെയ്തു? ആരാധന അവർക്കൊരു വിഷയമല്ല, അവർ ബാഹ്യമായിരിക്കുന്ന യാഗാർപ്പണത്തെ മാത്രം അവർ മുൻകണ്ടു. ഇന്ന് നമ്മുടെയൊക്കെ ആരാധനയൊക്കെ ഏകദേശം അതുപോലെയാ. ഞായറാഴ്ച ചെല്ലുക, 2 പാട്ട് പാടുക, ഒരു ചിന്ത പറയാൻ ഒക്കുവാണെങ്കിൽ പറയുക, കർത്തൃമേശ പങ്കെടുക്കുക, ആരാധന ഫിനിഷ്ഡ്. കർത്തൃമേശ ആരാധനയിലെ ഒരു ഭാഗമാണ്, സ്തോത്രം ചെയ്തത് ഭാഗമാണ്, ധ്യാനം, ചിന്ത പറയുന്നത്, ഇതെല്ലാം ആരാധനയുടെ ഭാഗമാണ്. എന്നാൽ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് കർത്താവിന്റെ മഹത്വം മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ തന്നെ പകരുന്നത്, സമർപ്പിക്കുന്നത്, ദൈവം ചെയ്ത നന്മകൾക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നതാണ്. പലപ്പോഴും ഇത് അധരചർവണം എന്ന് പറഞ്ഞാൽ കേവലം വാമൊഴിയായിട്ട് ഒരു വ്യാപാരമായി മാറിപ്പോകുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതേ സിസ്റ്റം വരും. കർത്താവ് ഒരു ശുദ്ധീകരണം നടത്തേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യം, ഏലി പുരോഹിതൻ ഇങ്ങനെ ഒരു അഴിമതിക്ക് കൂട്ടുനിന്നതുകൊണ്ട് തൻ്റെ തലമുറകൾ ദൈവ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നു. തൻ്റെ അന്ത്യം വളരെ നിരാശാജനകമായിരുന്നു. നമ്മളുടെയൊക്കെയും വിശ്വാസ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ, നമ്മൾ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നാൽ നമ്മൾ, യാക്കോബ് പറഞ്ഞതുപോലെ, നമ്മുടെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ സഭയിലൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം, വളരെ ചുരുക്കം ആളുകളായും ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുക. ചിലർ പറഞ്ഞു 10 വർഷം കൊണ്ട് കഴിഞ്ഞാൽ ഇനി സഭയുണ്ടാകത്തില്ല. ചിലരൊക്കെ നമ്മുടെ സഭയിൽ നിന്ന് അവർ വിട്ടുപോകുന്ന നാമധേയ സഭകളിലേക്ക് തിരിച്ചു പോയി എന്നിട്ട് പറയുകയാണ്, അവിടെ ആത്മാവിലും സത്യത്തിലും പോയി കർത്താവിനെ ആരാധിച്ചു. അപ്പോൾ അന്ന് വിട്ടുപോകുന്നപ്പോൾ അവിടെ ആത്മാവും സത്യവും ഇല്ലായിരുന്നോ? അപ്പോൾ വിഷയം എന്താ സംഭവിക്കുന്നത്?
ദൈവസഭയിൽ ക്രമക്കേടുകൾ സംഭവിക്കുമ്പോൾ അതിനെ തിരുത്തുവാൻ ആരുമില്ലാതെ ഒഴുക്കിനനുസരിച്ച് ആളുകൾ ഒഴുകി തുടങ്ങിയതുകൊണ്ട്, ശുശ്രൂഷകന്മാർ ഒഴുക്കിനനുസരിച്ച് ഉപദേശം പഠിപ്പിച്ചു തുടങ്ങിയതുകൊണ്ട് ക്രമക്കേടുകൾ ദൈവസഭയിൽ, പ്രാദേശിക സഭകളിൽ വർദ്ധിച്ചു വന്നു. ജനം കെട്ടഴിഞ്ഞവരായി പോകുന്നു. ഈ ഒരു സംവിധാനത്തെയാണ് കർത്താവ് ഇവിടെ ശുദ്ധീകരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവാലയം എന്തിനു വേണ്ടിയാണ്, അതിനെക്കുറിച്ചുള്ള ഉദ്ദേശം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ ദൈവത്തിന്റെ ആലയമാണ് യെരുശലേം ദേവാലയം. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. ദൈവത്തിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം എന്ന് ഓർത്തുകൊള്ളുവേൻ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ പറയുന്നു, വിശ്വാസികളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതിനെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ആരാധന ഹാളിൽ, സഭ ഹാളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ്. കർത്താവിനെ ഉദ്ദേശം വ്യക്തമായിട്ട് അറിയായിരുന്നു. കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ടിരുന്ന അത്രയും കാലം കർത്താവ് പിതാവ് തന്നെ എന്ത് നിയോഗം ഏൽപ്പിച്ചോ അത് കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവസാനമായിട്ട് പിതാവേ ഇതാ സകലം നിവൃത്തിയായി എന്ന് പറയുന്നത്. അത്രയും കൃത്യമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നല്ല ഓട്ടം ഓടി. പൗലോസിന്റെ ട്രാക്ക് സ്ട്രെയിറ്റ് ആയിരുന്നു. പലയിടത്തും തട്ടി വീണു, പല ആരോപണങ്ങളും വന്നു, പല പ്രശ്നങ്ങളും വന്നു. പക്ഷെ പൗലോസിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരായിരുന്നു. ഇവിടെ കർത്താവിനെ പരസ്യമായിട്ട് യഹൂദന്മാർ ചോദ്യം ചെയ്യുമ്പോഴും കർത്താവ് സ്ട്രെയിറ്റ് ഫോർവേഡ്. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ആത്മീക സമർപ്പണം സ്ട്രെയിറ്റ് ആണെങ്കിൽ, അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനം കൃത്യമാണെങ്കിൽ അത് ദൈവം മാനിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി മൂന്നാമതായിട്ട് ആലയത്തെക്കുറിച്ചുള്ള എരിവ്. ഒന്നാമത്തെ വിഷയം, ആലയം എൻ്റെ പിതാവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ സഭ എൻ്റെ കുടുംബ സ്വത്താണെന്നല്ല. സഭ, ഞാൻ കർത്താവിൻ്റെ ദാസനായിരിക്കുന്നുണ്ട്, ഞാനൊരു ദൈവ പൈതലായിരിക്കുന്നതുകൊണ്ട് ഈ സഭ എൻ്റെ ആലയമാണ്. അതുകൊണ്ട് ക്രമക്കേടുകൾ ആ സഭയിൽ വരുവാനായിട്ട് ഞാനൊരു മുഖാന്തരമാകരുത്. ക്രമക്കേട് വന്നു കഴിഞ്ഞാൽ സഹോദരന്മാരെ ഇത് യോഗ്യമല്ല എന്ന് പറയുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. ഇത് കർത്താവിൻ്റെ സഭയാണ്, എൻ്റെ സഭയാണ്. രണ്ടാമത്തെ വിഷയം, ദൈവാലയത്തിന്റെ ഉദ്ദേശം. ദൈവാലയം എന്തിനു വേണ്ടി ഇസ്രായേൽ ജനത്തിന് കൊടുത്തു? അത് ദൈവത്തിനെ അധിവസിക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൊടുത്തേക്കുന്ന ഒരു ആലയമാണ്. ആ ബോധ്യം ഉണ്ടാകണം. 1 രാജാക്കന്മാർ 8-22 അധ്യായമുള്ള വാക്യങ്ങളിൽ ശലോമോൻ ദേവാലയം സമർപ്പിക്കുമ്പോൾ ഇത് എല്ലാവർക്കും കടന്നു വന്ന് കർത്താവിന്റെ മഹത്വം കണ്ട് കർത്താവിനെ ആരാധിക്കാനുള്ള ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ചു കൊടുക്കുന്നു. യെശയ്യാപ്രവചനം 56:7 വരുമ്പോൾ സകല ജാതികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്നാണ് യെരുശലേം ദേവാലയത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സഭയെക്കുറിച്ചും കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട്. 1 കൊരിന്ത്യർ 10:31 കർത്താവിന് മഹത്വം കരയേറ്റുക, അതാണ് സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം. ഇനി മൂന്നാമതായിട്ട് ആലയത്തെക്കുറിച്ചുള്ള എരിവ്. കർത്താവിന് ആലയത്തെ ശുദ്ധീകരിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ ആലയമാണ്, നമ്മുടെ ശരീരമാകുന്ന ദൈവാലയത്തെക്കുറിച്ചും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയാകുന്ന ദൈവാലയത്തെക്കുറിച്ചും എരിവുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സഭയാണെന്ന് പറഞ്ഞാൽ ഗുസ്തി കൂടുന്നതല്ല. അവിടുത്തെ എരിവെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ കർത്താവിന് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കണം. ക്രമക്കേടുകളെ കണ്ടു കഴിഞ്ഞാൽ അത് യോഗ്യമല്ല എന്ന് വ്യക്തമായി പറയുവാനും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെങ്കിൽ അതിനെ തിരുത്തുവാനായിട്ടുള്ള ഒരു കർത്തവ്യബോധം വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് കർത്താവിൻ്റെ ഈ ഒരു പ്രവൃത്തി നമ്മളെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 3:17 നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. അതിന് തൊട്ടു മുമ്പിലത്തെ വാക്യം പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ മന്ദിരം എന്ന ആശയത്തിന് 2 ആസ്പെക്ട് പുതിയ നിയമത്തിലുണ്ട്. ഒന്ന് വിശ്വാസിയുടെ ശരീരത്തെക്കുറിച്ച്, 2 സഭയെക്കുറിച്ച്. ഈ 2 ആശയങ്ങളുമുണ്ട്. സഭാ ഹാളിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് നമ്മളിൽ ചിലർ പഠിപ്പിച്ച് നമ്മുടെ പല സഭാ ഹാളുകളും തൊഴുത്തുകളെക്കാളിലും കഷ്ടമാണെന്ന് പറയേണ്ടി വരും. അതൊന്ന് പെയിന്റ് ചെയ്യുവാൻ, ഒന്ന് ചിലത് മാറാല തൂക്കുവാൻ ഒന്നും ഒരു വിശ്വാസി അവിടെ കിട്ടാറില്ല. കാരണം ഞങ്ങളുടെ ഹൃദയം എന്താ സകല ദുഷ്ടതയും നിറഞ്ഞ് ഇരിക്കുകയാണ്. തമ്മിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ട് വന്ന് ഉള്ളിലിരുന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെ പോലും കർത്തൃമേശയിൽ പങ്കെടുത്ത് പിരിഞ്ഞു പോകുന്ന ആളുകൾ പറയുന്നു, കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കും. പ്രിയമുള്ളവർ, നമ്മൾ യഹൂദന്മാരെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പരീക്ഷന്മാരായി മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ആകുവാനായിട്ട് പാടില്ല. സഭാ ഹോള് ഏറ്റവും വൃത്തിയായി കർത്താവിന് മഹത്വം ഉണ്ടാകുന്ന നിലയിലേക്ക് ആയിത്തീരുവാനായിട്ട് ഇടയായി തീരണം. ആണ്ടുതോറും നമ്മുടെ വീട് നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് ചെയ്ത് ഗ്രാനൈറ്റ് ആയിട്ട് എല്ലാം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ
സഭാ ഹോള് കിടക്കുന്ന 1960-ലും 70-ലും പണിത റെഡ് ഓക്സൈഡ് തറയിലാണ് ഇപ്പോഴും. അന്ന് മേഞ്ഞ ഓടും ഒക്കെ ആയിട്ടാണ് പല ഹോളുകളും കിടക്കുന്നത്. കാരണം എന്താ, നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല. നമ്മൾ പലരും അങ്ങനെ പഠിപ്പിച്ച പുറമേ ഉള്ളതല്ല, കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കുന്നു. അതേ കർത്താവ് തന്നെ പറഞ്ഞു, ഹൃദയം നിറഞ്ഞ കവിയൊന്നുമല്ല പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിന്റെ ആത്മീക കാഴ്ചപ്പാട് എന്താണ് എന്ന് ലോകത്തിനും മറ്റുള്ളവർക്കും വെളിപ്പെടുന്നത് നമ്മുടെ ആരാധനാലയങ്ങളിലൂടെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ ആലയത്തെക്കുറിച്ചുള്ള എരിവുണ്ടാകണം, കൺസേൺ. രണ്ട് നില. ഒന്ന്, എൻ്റെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ച് എനിക്കൊരു അറിവുണ്ടായി. ഇതിങ്ങനെ തിന്നു കൊഴുത്ത് വയറൊക്കെ ചാടി ഇങ്ങനെ ഭീകരാവസ്ഥയിലിരിക്കണമെന്നല്ല. എൻ്റെ ആത്മീക ജീവിതം അത് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതാണോ, എൻ്റെ ജീവിതം ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതാണോ എന്ന് നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കരുത്. ഇന്ന് സകല നശിപ്പിക്കലുകൾക്കും നമ്മൾ ന്യായീകരണം കണ്ടെത്തുന്ന, മദ്യപാനം തൊട്ട് സകല തെറ്റുകളെയും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് ജീവിതത്തിന്റെ ബലഹീനതയാണെന്ന് പറഞ്ഞ് നമ്മൾ ന്യായീകരണം കണ്ടെത്തുമ്പോൾ, ഇസ്രായേൽ ജനം കയ്യഫാവിന്റെ കാലത്ത് ഈ കാളകളെയും ആടുകളെയും ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിലേക്ക് കൊണ്ടുവന്ന് ദേവാലയം മലീമസമാക്കിയതുപോലെ നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ആലയമാകുന്ന നമ്മുടെ ശരീരത്തോട് നമ്മൾ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുക. അതൊരിക്കലും പാടില്ല. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ശുദ്ധീകരിക്കേണ്ട ഒരു വിഷയമാണ്. എബ്രായ ലേഖനം 10:31 വരുമ്പോൾ കർത്താവ് നമ്മൾ പറഞ്ഞത്, കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു കർത്താവാണ്. അപ്പോൾ ആ വിഷയം, ആ ഒരു ഭയം, അതാണ് എരിവെന്ന് പറയുന്നത്. ഈ എരിവ് കർത്താവിനുണ്ടായിരുന്നത്, തന്റെ ആലയത്തെക്കുറിച്ചുള്ള ആ ഒരു കൺസേൺ, ഒരു തീക്ഷ്ണത മനോഭാവം കർത്താവിനുണ്ടായിരുന്നതുകൊണ്ട് കർത്താവ് ഒരു ശുദ്ധീകരണത്തിന് ഇറങ്ങിത്തിരിച്ചു. 2:19 വരുമ്പോൾ പുതിയ നിയമ ആ ഒരു ആത്മീക ഉപദേശത്തെ കർത്താവ് അവിടെ, സഭ അവിടെ രൂപീകരിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന അവിടെ കർത്താവ് കൊടുക്കുകയാണ്. നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനെ പണിയും. യഹൂദന്മാരോട് കർത്താവ് ന്യായവാദമായിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ, കർത്താവ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു മഹനീയ സത്യത്തെ അവിടെ ആക്ഷരികമായിട്ട്, കോണ്ടെക്സ്റ്റിലായിട്ട് ഇത് കർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ച് കർത്താവ് ഇവിടെ പറയുന്നു. എന്നാൽ അതേ സമയം തന്നെ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ ഏക ശരീരമാക്കി തീർക്കുന്ന സഭയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരു സൂചനയായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. ദൈവത്തിന്റെ ആലയം ഒരു ശരീരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ആകുന്ന ഒരു ചിത്രീകരണം. അവിടെ ചുമരുകളുണ്ട്, വലിയ വിശാലമായ മുറ്റമുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ദേഹമാകുന്ന, ശരീരമാകുന്ന ആ ഒരു ശരീരത്തോട് ദൈവത്തിന്റെ ആലയത്തെ പുതിയ നിയമത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ആ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ചിത്രം കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കുന്നു. ഇനി നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഇത് നൽകുന്ന പ്രായോഗിക ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? അതൊരു 4 പോയിന്റായിട്ട് ഞാനങ്ങ് പറയാം. നമ്മൾ പഠനത്തിന് എളുപ്പമായിട്ട് അങ്ങ് പറയാം. ഞാൻ ഓൾറെഡി ആ വിഷയം പറഞ്ഞതാണ്. അതിനൊന്ന് പോയിന്റ് വൈസായിട്ടൊന്ന് ചിത്രീകരിച്ച് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അതാണല്ലോ നമുക്ക് പഠിക്കാനും നമുക്ക് വിശദങ്ങളെല്ലാം ചെയ്യാനും എളുപ്പം. ഒന്നാമതായിട്ട്, ഈ ശുദ്ധീകരണം, ദേവാലയ ശുദ്ധീകരണം നമുക്ക് തരുന്ന ഗുണപാഠങ്ങൾ. കർത്താവിന് പിതാവിനെ കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന ബോധ്യവും ആദരവും ആ വിഷയത്തിൽ കർത്താവിന് ഒരു എരിവ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും കർത്താവിനുണ്ടായിരുന്ന ബോധ്യം, അതാണ് ഈ ശുദ്ധീകരണത്തിന് അടിസ്ഥാനം. എന്തിനും ഇത് ആരുടെ ആലയമാണ്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിന്റെ ആലയം എന്ന് പറഞ്ഞാൽ എൻ്റെ ആലയം എന്ന് എൻ്റെ ആശയം. അപ്പോൾ ദൈവത്തിന്റെ ആലയം എന്താണ്, എന്തിനാണ് എന്നത് വ്യക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകുവാനായിട്ട് ഈ കർത്താവിന്റെ പ്രവൃത്തി ഒരു മുഖാന്തരമാകുന്നു. അതിന്റെ വിഷയം, അത് പ്രാർത്ഥനാലയമായതുകൊണ്ട് ആലയവും ആലയത്തിന്റെ പരിസരവും വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവും ശരീരത്തിന്റെ ചുറ്റുപാടുകളും വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനായിട്ട് ഈ കർത്തവ്യബോധം നമുക്ക് നൽകുന്നു. 2, ക്രമക്കേടുകൾക്കെതിരെ മുഖം നോക്കാതെ പ്രതികരിക്കണം. കർത്താവ് അവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കുകയില്ല. നമുക്ക് പറയാം കർത്താവ് ദൈവമായതുകൊണ്ടാണ് അങ്ങനെ പ്രതികരിച്ചത്. പക്ഷെ കർത്താവ് അവിടെ ദൈവത്വം വെളിപ്പെടുത്തില്ല. കർത്താവ് വന്ന് പറഞ്ഞത് എന്താ? കർത്താവിനെ ദൈവമായിട്ട് അവരാരും അംഗീകരിച്ചിട്ടില്ല. കർത്താവ് ഒരു യഹൂദനാണ്, ആഫ്റ്റർ ഓൾ യേശുവാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ ചിലർക്ക് അറിയാത്തവരുമുണ്ട്. അവിടെ വന്ന് കർത്താവ് ഇവരെല്ലാം അടിച്ചങ്ങ് പുറത്താക്കി. ഉടനെ നീ എന്ത് അധികാരം കൊണ്ടായിരുന്നു പുറത്താക്കിയത്? പക്ഷെ കർത്താവ് അതിനെക്കുറിച്ചൊന്നും കൺസേൺഡ് അല്ലായിരുന്നു. ദൈവാലയത്തിൽ അത് വാണിഭശാലയല്ല, ഇതിവിടെ ക്രമക്കേടാണ്, ഇതിവിടെ പാടില്ല എന്ന് കൃത്യമായ നിലപാടെടുക്കുവാനായിട്ട് ഇടയായി. ദൈവമക്കളെ, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭയിൽ ക്രമക്കേടുകൾ, വചനവിരുദ്ധമായിരിക്കുന്ന ഉപദേശമോ പ്രായോഗിക ജീവിതമായ ക്രമക്കേടുകൾ വന്നു കഴിഞ്ഞാൽ മുഖം നോക്കാതെ, സഹോദര സഹോദരി
അത് യോഗ്യമല്ല എന്ന് സ്നേഹത്തിൽ പറയുക. ഇവിടെ ആ സ്നേഹം എന്ന് പറയാൻ ഉദ്ദേശിച്ച് നമ്മൾ പലപ്പോഴും മനുഷ്യരായതുകൊണ്ട്, കർത്താവ് ദൈവം കൂടി ആയതുകൊണ്ട് കർത്താവിന് ആ കൃപയുടെ ആ ഒരു അളവ് പൂർണ്ണമായ നിലയിൽ കർത്താവ് എത്ര കോപിച്ചാലും അതിലെ ദൈവനീതിയും കൃപയും വെളിപ്പെട്ട് വരും. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പാപത്തിന്റെ ഞാൻ സ്വാർത്ഥതയിൽ നിന്നുള്ള കോപം ഉണ്ടാകാം. എന്നാൽ ദൈവകൃപയിലും ദൈവസ്നേഹത്തിലും നിന്നുകൊണ്ട് ക്രമക്കേടുകളെ തിരുത്തുവാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഉപദേശമായിരിക്കുന്ന വിഷയമായാലും പ്രായോഗിക ജീവിതമാകുന്ന വിഷയമായാലും ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ സഭയിൽ ഉണ്ടാകുമ്പോൾ ദൈവസ്നേഹത്തിൽ സഹോദര, അത് വചനപ്രകാരം തെറ്റാണ്, അത് സഭയിൽ യോഗ്യമല്ല എന്ന് കൃത്യമായി തിരുത്തുവാനുള്ള ഒരു കർത്തവ്യം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നു. മൂന്നാമതായിട്ട് ഇവിടെ നമ്മൾ കാണുന്നത്, ക്രമക്കേടുകളിൽ ദൈവം കഠിനമായ ശിക്ഷ തരുമെന്നുള്ള ബോധ്യം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകണം. ക്രമക്കേടുകളെ നമ്മൾ തിരുത്തുന്നതിനോടൊപ്പം ഈ ക്രമക്കേടുകളെ ദൈവം അതുകൊണ്ടാണ് ദൈവം നീതിയോടെ ന്യായം വിധിക്കും എന്ന വിഷയം. മൂന്നാമതായിട്ട് വിഷയം, ആരാധനയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയം സ്വത്ത് സമ്പാദിക്കാനോ കച്ചവടം നടത്താനോ ഉള്ള സ്ഥലമല്ല. അത് ഞാൻ മുമ്പ് ആദ്യത്തെ വിഷയത്തിൽ ഓർപ്പിച്ചതാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ വ്യാപാരം ചെയ്യുവാനായിട്ടുള്ള ഇടമായി ദൈവസഭയെ ഒരിക്കലും മാറ്റരുത്, അങ്ങനെ കാണരുത്. അതിനു പകരം സഭയിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവിനെ സന്തോഷത്തിലും സമാധാനത്തിലും ആരാധിക്കുവാനായിട്ടുള്ള ഇടങ്ങളായിട്ട് സ്ഥലം സഭകൾ നിലകൊള്ളണം. അതായിരിക്കണം സഭാ ശുശ്രൂഷകന്മാരുടെ ഉദ്ദേശം. സഭയിൽ വിശ്വാസികൾ ആര് കടന്നു വന്നാലും, ഒരു പുതിയ വിശ്വാസി കടന്നു വന്നാലും, ഒരു അവിശ്വാസി ഒരു വ്യക്തി സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്നാലും, ഇവിടുത്തെ ആരാധനയും ആരാധനാക്രമവും അവരുടെ ജീവിതത്തിൽ ഒരു ആത്മീക ചലനമുണ്ടാക്കുവാൻ, കർത്താവിലേക്ക് ഒരു സ്വീകരണം ഉണ്ടാക്കത്തക്ക നിലയിൽ ക്രമീകരിക്കപ്പെടുവാനായിട്ട് ആവശ്യമുണ്ട്. സഭയിൽ ക്രമക്കേടുകൾ വന്നാൽ അതിനുവേണ്ടി അതിന്റെ പവിത്രത നിലനിർത്തുവാൻ സഭാ ശുശ്രൂഷകന്മാർ കർശനമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ്. അവിടെ ഞാൻ ഉദ്ദേശിച്ചല്ലോ, സഭയിൽ പവിത്രത എന്ന് പറയുന്നത് മൂപ്പന്റെ ഇഷ്ടമല്ല, സുവിശേഷകന്റെ ഇഷ്ടമല്ല, ഉപദേഷ്ടാവിന്റെ ഇഷ്ടമല്ല, ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ സഭയിലുള്ള ഒരു ക്രമീകരണം. കർത്താവ് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നുള്ള വിഷയം അവിടെ എടുത്തു പറയുന്നത് പഴയ നിയമത്തെ, ന്യായപ്രമാണത്തെ, സങ്കീർത്തന വേദഭാഗത്തെ എടുത്തു ധരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവവചനപ്രകാരമുള്ള ഒരു പ്രവൃത്തിയാണ് കർത്താവ് അവിടെ ചെയ്തത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുക. ഇതുവരെ നമ്മൾ ജീവിച്ചു പോന്നു. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ആത്മീക രംഗത്ത് വ്യാപാരം ചെയ്തു? ഞാൻ എന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട്, എൻ്റെ താല്പര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ദൈവാലയത്തിന്റെ വിശുദ്ധിയെ താറുമാറാക്കിയിട്ടുണ്ടോ? ക്രമക്കേടുകൾ വരുത്തിയിട്ടുണ്ടോ? അവിടെ മലീമസമാക്കിയിട്ടുണ്ടോ? സഭയിലെ ആത്മീക ഐക്യത നഷ്ടപ്പെട്ടു പോകുവാൻ ഞാൻ ഒരു വഴിയായി, മുഖാന്തരമായി തീർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയശോധന ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് ചാട്ടവാറുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സംഗതി എളുപ്പമുള്ളതല്ല. അതിന് പകരമാണ് കർത്താവ് സഭയെ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. നമ്മൾ തിമോഥെയോസിൽ ഞാൻ പ്രാരംഭത്തിലെ വാക്യം, ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ നടക്കണം, അത് അഭ്യസിപ്പിക്കുവാനായിട്ടും കാണിച്ചു കൊടുക്കുവാനുമായിട്ടുമാണ് സഭയിൽ ഇടയന്മാരെ, ശുശ്രൂഷകന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നാം ശുശ്രൂഷകന്മാരായിരിക്കാം, ഇടയന്മാരായിരിക്കാം, കേവലം വിശ്വാസികളായിരിക്കാം. എന്നാൽ എന്തു തന്നെ ആയിരുന്നാലും ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ കർത്താവിന് എൻ്റെ പിതാവിൻ്റെ ആലയം അത് വാണിഭത്തിനുള്ള ആലയമല്ല, വാണിഭശാലയല്ല, അത് പ്രാർത്ഥനാലയം, ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്കുള്ള സ്ഥലമാണ്, സ്ഥാപനമാണ് എന്നുള്ള വിഷയം കർത്താവ് വ്യക്തമായി യഹൂദന്മാർക്ക് കാണിച്ചു കൊടുത്തു. കർത്താവ് അങ്ങനെ ചെയ്തിട്ട് യഹൂദന്മാർ തിരിച്ച് പലപ്പോഴും അവരെ കൊല്ലുവാനായിട്ട് ഇവര് ശ്രമിക്കുന്നുണ്ട്, നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ അതിന്റെ 23-24 വാക്യോടെ ഒന്ന് വായിക്കാം. ഇപ്പൊ 2-ാം അധ്യായം പൂർത്തിയാകും. അതിന്റെ 22-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ തിരുവെഴുത്ത് ഓർത്ത് അവനിൽ വിശ്വസിച്ചു. അപ്പൊ ഈ ശിഷ്യന്മാർ ഓരോ പ്രാവശ്യവും അവിശ്വസിച്ചു പോയെന്നല്ല അതിന്റെ ആശയം. തിരുവെഴുത്ത് കർത്താവിന്റെ ജീവിതത്തിൽ എങ്ങനെ നിറവേറുന്നു എന്നത് കണ്ട് അവർ കർത്താവിൽ അവരുടെ വിശ്വാസത്തെ റിന്യൂ ചെയ്തു, അവരതിൽ ബലപ്പെട്ടു എന്നാണ് അതിന്റെ ആശയം. 23-24 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, കർത്താവിന്റെ ആ പ്രവൃത്തി പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ ഏൽപ്പിച്ചില്ല.
ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഈ യേശു അത്ഭുതം ചെയ്തപ്പോൾ പലരും നീയാണ് ദൈവപുത്രൻ, നീയാണ് വാഗ്ദത്ത മെസ്സീയ എന്നൊക്കെ പറഞ്ഞ് പലരും അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം രോഗസൗഖ്യം കിട്ടി, അവർക്ക് ഒരു സൗഖ്യവും സമാധാനം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തു. പക്ഷെ കർത്താവ് എന്താ അവിടെ മനസ്സിലാക്കിയത്? യേശുവോ എല്ലാവരെയും അറിക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ ഏത് സമയത്തും ഇവർ തന്നെ ആക്രമിക്കുമെന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് കർത്താവിനുണ്ട്. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തന്റെ സാക്ഷ്യം ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ദൈവസഭയിൽ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലും വിശ്വാസികൾ ദൈവങ്ങളല്ല, മനുഷ്യരാണ്. ആ മനുഷ്യരിലുള്ളത് സ്വയമേ എന്താണ്? ഈ വ്യാപാരം ചെയ്യാനുള്ള മനോഭാവം. അത് എന്ത് വ്യാപാരം ആയിക്കോട്ടെ, അത് മനസ്സിലാക്കിയിട്ട് അതിനവസരങ്ങൾ കൊടുക്കുവാനായിട്ട് ദൈവസഭയിൽ, ദൈവാലയത്തിലേക്ക് നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും നമ്മുടെ വ്യക്തി താല്പര്യങ്ങളെക്കാളുപരി നാമവും കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം ദൈവത്തിന്റെ നാമവും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഞാൻ ദൈവഹിതം മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ആ ദൈവഹിതം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുന്നിടത്താണ് ആത്മീക വിജയം. അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തെ വ്യക്തമായിട്ടൊന്ന് ചോദ്യം ചെയ്യാം. കർത്താവ്, ഇതുവരെയുള്ള ജീവിതത്തിൽ എൻ്റെ ശരീരമാകുന്ന ദൈവാലയത്തിൽ ഞാൻ എൻ്റെതായ വ്യാപാരങ്ങൾ നടത്തി ദൈവനാമം ദുഷിച്ചിട്ടുണ്ടോ? അവിടെ മലിനമാകുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം, സഭയിൽ ദൈവജനം കൂടി വരുന്നിടത്ത് ഞാൻ വ്യാപാരം നടത്തിയത് മുഖാന്തരം ഒരു കച്ചവടസ്ഥ വാണിഭശാലിയായിട്ട് അത് മാറി അവിടെ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തിരുത്തൽ അനിവാര്യമാണ്. അല്ലെങ്കിൽ കർത്താവ് ചാട്ടവാർ കൊണ്ടുവരും. ചാട്ടവാർ കൊണ്ട് ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ആർക്കും നിൽക്കാനായിട്ട് പറ്റില്ല, എല്ലാത്തിനും അടിച്ച് പുറത്താക്കി കളയും. അതാണ് അവിടുത്തെ സിസ്റ്റം. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കി പിന്നെ കർത്താവും അകത്ത് യാഗം അർപ്പിക്കുന്ന പുരോഹിതന്മാരും അവിടെ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇട വരുന്നതിന് മുമ്പാണ് ദൈവം നമുക്ക് തന്നെ ഇതിനൊരു ഗുണപാഠം തന്നിരിക്കുന്നത്. ദൈവാലയത്തെക്കുറിച്ചുള്ള എരിവ്, അത് പ്രാർത്ഥനാലയമാണ്, ആരാധനയ്ക്കുള്ള ഇടമാണ്. അത് നമ്മുടെ ശരീരവും ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആത്മാവും നിത്യം വസിക്കുന്ന ഒരു ആലയമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, വാണിഭങ്ങളെ, വ്യാപാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി ശുദ്ധീകരിച്ച് യഥാസ്ഥാനപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.